അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ദിവസം നല്ല കാറ്റുള്ളൊരു ദിവസമാണ് കേട്ടോ. പാലക്കാടൊക്കെ മഴ പെയ്യും, അതും കനത്ത മഴ എന്നൊക്കെ കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചൊരു ദിവസമാണ്. മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് കണ്ടന്നെ അറിയണം. എന്തായാലും രാവിലത്തെ ആ കാറ്റിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കാലം ഇലയൊന്ന് അനങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ അമ്മയുടെ ഗാർഡനിലേക്ക് ഇറങ്ങി. അവിടെ റോസാപ്പൂക്കൾ പൂത്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല രണ്ടല്ല 4 എണ്ണമാണ് പൂത്തിരിക്കുന്നത് കേട്ടോ. അതും എനിക്കിഷ്ടപ്പെട്ട കളറിൽ. അപ്പോൾ ഈ മുകളിലുള്ളത് നല്ല കാണുന്നില്ല. ആ 4 ഞാൻ പിന്നീട് വിശദമായി കാണിച്ചത് കേട്ടോ. 1 2 പിന്നെ ഒന്ന് മുകളിലാണ് 3, ഇനി താഴെ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് 4. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും കാണാം. അപ്പോൾ അതാണ് എൻ്റെ കണ്ണിലുടക്കിയ ആദ്യത്തെ റോസാപ്പൂക്കൾ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഗാർഡനൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളെയൊക്കെ കാണുന്നത് എന്തൊരു റിലാക്സേഷനാണല്ലേ. ഈ പൂക്കൾ കാണുമ്പോൾ എനിക്ക് അമ്മമ്മയെ ഓർമ്മ വരും. അമ്മമ്മ ഇതേപോലെ എവിടെ ചെടി കണ്ടാലും ഞാൻ നട്ട് നല്ല ഭംഗിയിൽ വളർത്തുമായിരുന്നു. ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ. എനിക്കതിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. എന്തോ ഡെവിൾസ് ബാക്ക് ബോൺ അങ്ങനെ എന്തോ ഡെവിൾസ് ബോൺ എന്നൊക്കെ എന്തോ പറയുന്നൊരു ചെടിയാണ്. എനിക്ക് എൻ്റെ മലയാളം പേര് ഓർമ്മ കിട്ടുന്നില്ല. അത് ഈ എല്ലിനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മിട്ടുപൂച്ചയാണ്. എന്നാൽ ഉച്ചയ്ക്കുള്ള ഊണ് കണ്ടാലോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, 2-3 കറികൾ തന്നെയുള്ളൂ. ചീര ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലെ ചീര തന്നെയാണ്. അപ്പോൾ ചീര ഉപ്പേരിയും അതേപോലെ മാങ്ങ ചമ്മന്തിയും കൂടെ ബീട്രൂട്ട് ഉപ്പേരിയും. അതിൻ്റെ കൂടെ ചോറ് കുറച്ചിട്ട് ചീരയുടെ ചാറും കൂടെ ആയപ്പോൾ സന്തോഷമായി. ചീരയുടെ ചാറ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ചീരയുടെ ചാറ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഉച്ച അങ്ങോട്ട് കഴിഞ്ഞു. മാങ്ങച്ചാറ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിന് മുന്നിലൊരു മാവുണ്ട്. അതിന്ന് ഇത്തിരി ആയിട്ടാണ് നമ്മൾ മാങ്ങച്ചാറ് ഉണ്ടാക്കുന്നത്. മൊത്തമായിട്ട് ഉണ്ടാക്കാറില്ല, കുറച്ചായിട്ട് 1-2 മാങ്ങ എടുത്തിട്ട് അച്ചാറുണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് കുറച്ച് നേരം മാവിൻ ചോട്ടിൽ കൂടിയൊക്കെ ഒന്ന് നടന്നാൽ അത് ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 3-4 കറികളുണ്ട്. സാധാരണ ഉപ്പേരിയും ഒരു കറിയൊക്കെ ഉണ്ടാവുള്ളൂ. ചില ദിവസങ്ങൾ തലേ ദിവസത്തേക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കറികളുടെ എണ്ണം ഒന്ന് കൂടും. അപ്പോൾ എന്നും ഇതുപോലെ 3-4 കറികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം മക്കളെയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ കനാൽ വരമ്പത്ത് പോയി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചില സ്പോട്ടുകളുണ്ട് നമുക്ക് ഈവനിങ്ങിന് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മക്കളുമായിട്ടും അല്ലാതെ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടാണത്, കനാൽ വരമ്പ്. മുമ്പ് ഈ പനയുടെ ഈ വലിപ്പം ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ചെറുപ്പത്തിലൊന്നും ഈ പന കണ്ടിട്ടില്ല. ഇത് ഈ അടുത്താണ് ഇത്രയും വലിപ്പമായതിന് ശേഷമാണ് അവിടെ ഒരു പന ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും പാലക്കാട് പനകളുടെ നാടാണല്ലോ. അപ്പോൾ പനയില്ലാതെ എന്ത് പാലക്കാടല്ലേ. ഈവനിങ് ഒരു വ്യൂ ആണ് കേട്ടോ. അത് നമുക്ക് മനസ്സിന് സന്തോഷം തരാൻ ഇതിൽ പരം വേറെന്ത് വേണമല്ലേ. ഇതൊക്കെ കണ്ടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. വൈകുന്നേരങ്ങളിൽ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യം കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് അതിൽ പരം ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഇല്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.